വൊക്കാബുലറി ചാലഞ്ചിന്റെ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരുപാട് വാക്കുകളുടെ അർത്ഥം സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും സെറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഇന്നത്തെ ഫസ്റ്റ് വേർഡ് ശ്രദ്ധിക്കുക. എല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഡെക്കാത്ലോൺ. എല്ലാവരും ഇവിടെ ഷോപ്പ് ചെയ്യാനായിട്ടൊക്കെ പോയിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വേർഡിന്റെ മീനിങ്ങിൽ നിന്നും നമ്മൾ പല വേർഡ്സിന്റെ മീനിങ്ങിലോട്ട് പോവാനായിട്ട് പോവുകയാണ്. ഇവിടെ ഡെക്കാത്ലോൺ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നും ആത്ലോൺ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലെ. ആത്ലോൺ എന്ന് പറയുന്നത് കോൺടെസ്റ്റ് എന്നാണ്. കോൺടെസ്റ്റ്, പ്രൈസ് എന്ന രീതിയിലൊക്കെ മീനിങ് വരുന്ന ഒരു വാക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഹെപ്റ്റാത്ലോൺ, ടെട്രാത്ലോൺ, ട്രയത്ലോൺ, ബൈത്ലോൺ, അത്ലറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡെക്കാത്ലോൺ എന്ന് പറയുമ്പോൾ 10 സ്പോർട്സ് ഐറ്റംസ്, അതിന്റെ ഒരു കോൺടെസ്റ്റ് ആണ് ഈ ഡെക്കാത്ലോൺ എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. 10 ഐറ്റംസിൽ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അത്ലറ്റിന് പോസിബിൾ ആണ്. അതാണ് ഡെക്കാത്ലോൺ. ഇനി ഹെപ്റ്റാത്ലോൺ എന്ന് പറയുമ്പോൾ 7 സ്പോർട്സ് ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെട്ര എന്ന് പറയുമ്പോൾ 4 ആണ്. ടെട്ര 4 ആണ്. ടെട്ര വരുന്നത് 4 ആണ്. നൗ ട്രയത്ലോൺ ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ട്രയത്ലോൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ട്രയ എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഐറ്റംസിൽ. ബൈത്ലോൺ എന്ന് പറയുമ്പോൾ 2 ആൻഡ് അത്ലറ്റ്. ഈ അത്ലറ്റിൽ നിങ്ങൾക്ക് അത്ലോണിന്റെ അത്ൽ എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതായത് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, സ്പോർട്സ് ഐറ്റംസിൽ കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ അത്ലറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെക്കാത്ലോൺ 10, ഡെക്ക എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെ ഡെക്കാത്ലോൺ 10 സ്പോർട്സ് ഐറ്റംസിൽ കണ്ടസ്റ്റ് ചെയ്യുക. ഹെപ്റ്റ എന്ന് പറയുമ്പോൾ 7, ടെട്ര എന്ന് പറയുമ്പോൾ 4, ട്രയ എന്ന് പറയുമ്പോൾ 3, ബൈത്ലോൺ 2, അത്ലറ്റ് എന്ന് പറയുന്നത് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോർട്സ്മാൻ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വേർഡ് ഏവിയൻ. ഏവിയൻ എന്ന വാക്ക്, അതിൽ നിന്നും നമ്മൾ AVI എന്ന് പറയുന്ന ലെറ്റേഴ്സ് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഈ AVI എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ബേർഡ്സുമായിട്ടൊരു കണക്ഷൻ, ബേർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് പറയാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏവിയൻ, അതുപോലെ തന്നെ ഏവിയറി, ഏവിയേഷൻ, ഏവിയേറ്റർ, ഏവികൾച്ചർ, ഏവിയോണിക്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് ഏവിയറി എന്ന് പറയുമ്പോൾ? എന്താണ് അതിന്റെ മീനിങ്? ഏവിയറി എന്താണ് പറയൂ? ഒരു ലാർജ് കേജ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഏരിയ ഇൻ വിച്ച് ബേർഡ്സ് ആർ കെപ്റ്റ്, അതിനെയാണ് നമ്മൾ ഏവിയറി എന്ന് പറയുക. ഏരിയ ഇൻ വിച്ച് ബേർഡ്സ് ആർ കെപ്റ്റ് അല്ലെ. ബേർഡ്സ് ആർ കെപ്റ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഏവിയറി എന്ന് പറയുക. ഇനി സെക്കൻഡ് വേർഡ്, അവിടെയും AVI നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഏവിയേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഡിസൈനിങ്, ബിൽഡിംഗ് ആൻഡ് ഫ്ലൈയിങ് ഓഫ് എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏവിയേഷനിൽ വരുന്നത്. ഓക്കെ, എയർക്രാഫ്റ്റുമായിട്ട് അതിന്റെ ബിൽഡിംഗ്, ഡിസൈനിങ്, എയർക്രാഫ്റ്റ് ആണ് കേട്ടോ. എയർക്രാഫ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. എയർക്രാഫ്റ്റ്. ഇനി ഏവിയേറ്റർ, ഏവിയേഷൻ എയർക്രാഫ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഏവിയേറ്റർ ആരാണ്? ഒരു പൈലറ്റ്. പൈലറ്റിനെ നമ്മൾ ഏവിയേറ്റർ എന്ന് പറയാറുണ്ട്, പൈലറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സൺഗ്ലാസസ്, എ സ്റ്റൈൽ ഓഫ് സൺഗ്ലാസസ്, തിൻ വയർ ഫ്രെയിം ഉള്ള ലാർജ് ലെൻസസ് ഉള്ള സൺഗ്ലാസസിനെയും ഏവിയേറ്റർ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ ഈ പൈലറ്റ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് പഠിച്ചു വെച്ചോളുക. അങ്ങനെ ഒരു മീനിങ് കൂടിയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ് ഈസ് ഏവികൾച്ചർ. ഏവികൾച്ചർ എന്ന് പറയുമ്പോൾ ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ബേർഡ്സ് ആണ്. ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ബേർഡ്സിനെയാണ്. അപ്പോൾ എല്ലാം ബേർഡ്സുമായിട്ട്, ഇപ്പൊ എയർക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലൈയിങ് അല്ലെ, ബേർഡ്സിന്റെ ഫ്ലൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. ഇത് ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ്
ബേർഡ്സ് ആണ് aviculture. Now avionics ആണ് നെക്സ്റ്റ് വരുന്നത്. avionics ആണ്. എന്താണ് avionics എന്ന് പറയുന്നത്? എന്താണ് avionics എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഫിറ്റഡ് ഇൻ an എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ഏവിയോണിക്സിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഫിറ്റഡ് ഇൻ an എയർക്രാഫ്റ്റ്, അത് ഏവിയോണിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഏവിയൻ? ഏവിയന്റെ മീനിങ് ബേർഡ് എന്ന് തന്നെയാണ്. ബേർഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഏവിയൻ എന്താണെന്ന് കണ്ടു. ഏവിയൻ എന്ന് പറയുന്നത് ബേർഡ് ആണ്. ഏവിയറി എന്ന് പറയുന്നത് ഏരിയ ഇൻ വിച്ച് ബേർഡ്സ് ആർ kept. അതൊരു ലാർജ് കേജ് ആവാം, അല്ലെങ്കിൽ ഒരു ലാർജ് ഏരിയ ആവാം, അങ്ങനെ. ഏവിയേഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ്, ഡിസൈനിങ്, എവറിത്തിങ് റിലേറ്റഡ് ടു എയർക്രാഫ്റ്റ് അല്ലേ. ഇനി ഏവിയേറ്റർ എന്ന് പറയുന്നത് പൈലറ്റ് ആണ്. അതുപോലെ തന്നെ തിൻ വയർ ഇതുള്ള ഫ്രെയിം ഉള്ള സൺഗ്ലാസസിനെ നമ്മൾ ഏവിയേറ്റർ എന്ന് പറയുമെന്ന് പറഞ്ഞു. ഏവികൾച്ചർ ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് ബേർഡ്സുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഏവിയോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റിനെയാണ് ഷോക്കേസ് ചെയ്യുന്നതെന്നും പറയുന്നു അല്ലെ. നെക്സ്റ്റ് വേർഡ് ശ്രദ്ധിക്കുക, ബെല്ലിക്കോസ്. ഈ ബെല്ലിക്കോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ഞാൻ ഈ ബെല്ലിനെ ഒന്ന് പുറത്തെടുക്കുകയാണ്. ബെൽ. ഈ ബെൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് നമ്മൾക്ക് വാർ, ഫൈറ്റ് എന്ന രീതിയിലൊക്കെ ഒരു മീനിങ് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. വാർ, ഫൈറ്റ് എന്ന രീതിയിൽ ഒരു മീനിങ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ബെല്ലിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം തന്നെ നോക്കാം. എന്താണ് ബെല്ലിക്കോസ് എന്ന് പറയുന്നത്? ഡെമോൺസ്ട്രേറ്റിംഗ് അഗ്രഷൻ അല്ലെങ്കിൽ വില്ലിംഗ്നെസ് ടു ഫൈറ്റ്. ഓക്കെ, വില്ലിംഗ്നെസ് ടു ഫൈറ്റ്. അപ്പോൾ നമുക്കത് ഒരു കോറൽസം ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, കോറൽസം ഫൈറ്റിന് വേണ്ടിയിട്ട് ആ ഒരു വില്ലിംഗ്നെസ് കാണിക്കുന്നത് പോലെ നിൽക്കുന്നു. ആ ഒരു രീതിയിൽ അതിന്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഫേവർ ചെയ്യുന്നു, വാറിനെ ഫേവർ ചെയ്യുന്നു അല്ലെങ്കിൽ ഫൈറ്റിനെ ഫേവർ ചെയ്യുന്നു എന്നതാണ് ബെല്ലിക്കോസിന്റെ മീനിങ് എന്ന് ഓർത്തിരിക്കുക. ഫേവറിങ്. ഓക്കെ, ഫേവറിങ് ഫൈറ്റ് അല്ലെങ്കിൽ ഫേവറിങ് എന്താണ് ഇങ്ങനെയുള്ള വാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് അതുപോലെ തന്നെ ബെല്ല് വരുന്നൊരു വേർഡ് തന്നെയാണ് ബെല്ലിജറന്റ് അല്ലെ. ബെല്ലിജറന്റ് എന്ന് പറയുമ്പോഴും അവിടെയും നമ്മൾക്ക് എന്ത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്? അഗ്രസീവ് ആയിട്ടുള്ള, അഗ്രസീവ് ആണ്, അൺഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഫൈറ്റിംഗ് എ വാർ എന്ന രീതിയിൽ പറയാനായിട്ട് പറ്റും. ഫൈറ്റിംഗ് എ വാർ. ഓക്കെ, ഫൈറ്റിംഗ് എ വാർ എന്ന് ബെല്ലിജറന്റിന്റെ മീനിങ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഫൈറ്റിംഗ് എ വാർ. ഓക്കെ, ബെല്ലിജറന്റ്. ഈ റിബൽ. റിബൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. റിബൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. എന്താണ് റിബലിന്റെ മീനിങ്? റിബൽ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹു റെഫ്യൂസസ് ടു ഒബേ പീപ്പിൾ, ആ ഒരു അതോറിറ്റിയിലുള്ള ആൾക്കാരെ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ റിബൽ എന്ന് പറയും. അവിടെയും ആ ഒരു ഫൈറ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക എന്നൊരു പറയുന്ന ഒരു ടെൻഡൻസി അല്ലേ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ആന്റി ബെലം. ആന്റി ബെലം എന്ന് പറയുമ്പോൾ ബിഫോർ വാർ എന്നാണ് അതിന്റെ മീനിങ്. ബിഫോർ വാർ, ബെൽ ഉണ്ട്, അപ്പൊ ബിഫോർ വാർ എന്ന രീതിയിൽ. ബിഫോർ വാർ. ഈ റിബല്യൻ നമുക്കറിയാം ദി ആക്ട് ഓഫ് എന്താണ് നോട്ട് ഒബേയിങ് ദി അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് ദി അതോറിറ്റി അല്ലെ. ആ രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത് റിബല്യൻ. അപ്പൊ ബെല്ലിക്കോസ്, ഈ ബെൽ 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 വെച്ച് അല്ലെ, ബെല്ലിജറന്റ്, ഇതൊക്കെ പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന വാക്കുകളാണ്. അപ്പോൾ ആ രീതിയിൽ അത് ഓർത്തിരിക്കുക. ബെനിഡിക്ഷൻ. ബെനിഡിക്ഷൻ എന്ന വാക്കിന്റെ മീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബെനെ എന്ന് പറയുന്ന ഒരു വേർഡിനെ പുറത്തെടുക്കുകയാണ്. ഇതിന്റെ മീനിങ് ഗുഡ് എന്നാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഗുഡ് എന്നാണ്. അപ്പോൾ ബെനെ എന്ന് പറയുമ്പോൾ ഗുഡ് ആണ്. ഗുഡ് ഡിക്ഷൻ, നല്ല വാക്കുകൾ, അത് ബ്ലെസ്സിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്ലെസ്സിങ്സ്. ഓക്കെ, ബ്ലെസ്സിങ്സ്, ബ്ലെസ്സിങ്സിനെ സൂചിപ്പിക്കുന്നു. ബ്ലെസ്സിങ്. ഇനി ബെനവലന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബെനെ ഗുഡ് ആണ്. ഓക്കെ, ബെനവലന്റ്. ബെനവലന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മീനിങ് പറയാനായിട്ട് പറ്റും? ഒരു കൈൻഡ്, ഫ്രണ്ട്ലി, മറ്റുള്ളവർക്കൊക്കെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു ആളെ നമുക്ക് ബെനവലന്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാം. ഇനി ബിനൈൻ. ബിനൈൻ എന്നുള്ളതിലും ഒരു ബെൻ അല്ലെ, ബെൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും കൈൻഡ് ഓർ ജെന്റിൽ, ഡേഞ്ചറസ് അല്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവം, അതാണ് ബിനൈൻ. ബിനൈൻ എന്ന രീതിയിൽ.
ഓക്കെ. അപ്പോൾ ഈ ബെനിഫിറ്റ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും കോമൺ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ, അത് നല്ലൊരു കാര്യമല്ലേ, അഡ്വാൻറ്റേജിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പോൾ ബെനഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. ഗുഡ് ഡിക്ഷൻ, നല്ല വാക്കുകൾ എന്ന രീതിയിൽ ഓർത്തിട്ട് ബ്ലെസ്സിങ്ങിലോട്ട് എത്തുക. ബെനവലന്റ് എന്ന് പറയുമ്പോഴും കൈൻഡ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി. ബിനൈൻ എന്ന് പറയും ഉപദ്രവമില്ല, നോട്ട് ഡേഞ്ചറസ്. ഓക്കെ. കൈൻഡ്, ജെന്റിൽ എന്നൊക്കെ രീതിയിലുള്ള മീനിങ്ങും കൊടുക്കാം. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന രീതിയിലും മനസ്സിലാക്കാം. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബ്രിവിറ്റി ആണ്. ബ്രിവിറ്റി ഈസ് ദി സോൾ ഓഫ് വിറ്റ് എന്ന രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഈ ബ്രിവിറ്റിയുടെ മീനിങ്? അതിനു മുൻപ് നമ്മൾ BRE എന്ന് പറയുന്ന ലെറ്റേഴ്സ് പുറത്തെടുക്കുകയാണ്. BRE അല്ലെങ്കിൽ BRI ഒക്കെ വരികയാണെങ്കിൽ അത് ബ്രീഫ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട് എന്ന രീതിയിൽ ഒരു മീനിങ് ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ബ്രിവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് നമ്മൾ കണ്ടു. എന്താണ്? ഷോർട്ട്നെസ് ആണ് അല്ലെ. ആ ഒരു ഷോർട്ട്നെസ് എന്ന് പറയുമ്പോൾ വളരെ കോൺസൈസ് ആയിട്ടൊരു കാര്യത്തെ അവതരിപ്പിക്കുക. ടേഴ്സ്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ. ഫ്യൂ വേർഡ്സിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ. അതാണ് ബ്രീവിറ്റി എന്ന് പറയുന്നത്. കോൺസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയുക, ബ്രീവിറ്റി. ഇനി അബ്രീവിയേറ്റ് എന്ന് പറയുന്ന വാക്കും അവിടെയും നമ്മൾക്ക് എന്ത് കാണാം? BRE കാണാം അല്ലെ. ഈ BRE കാണാനായിട്ട് പറ്റും. അബ്രീവിയേഷൻ എന്ന് പറയുമ്പോഴും പൊതുവെ ഷോർട്ട് ഫോം അല്ലേ. അബ്രീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ് അല്ലെ. അപ്പോൾ അവിടെയും ആ ഒരു ടേഴ്സ്നെസ് നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലെ. ഷോർട്ട് ഫോം ആണ്, ഷോർട്ട് ഫ്രേസസ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ. അപ്പോൾ അത് കർട്ടൈൽ ചെയ്യുകയാണ്, ഷോർട്ടൻ ചെയ്യുകയാണ്, ടു റെഡ്യൂസ് ആണ് അല്ലെ. റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ അബ്രിഡ്ജ്മെന്റ്, അബ്രിഡ്ജ്ഡ് വേർഷൻ എന്ന രീതിയിൽ പല ബുക്സിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതെന്താണ്? സംഗ്രഹിക്കുക, അതിന്റെ ഒരു ഉള്ളടക്കം എടുത്തിട്ട് അതിനെ ബ്രീഫ് ആയിട്ട് ഇത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എന്താണ് ഒരു സിനോപ്സിസ് ഉണ്ടാക്കുക. അതാണ് അബ്രിഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബ്രീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷോർട്ട് എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് വേർഡ് കാക്കോഗ്രഫി ആണ്. ഈ കാക്കോഗ്രഫിയിൽ ഞാൻ ഈ കാക്കോ പുറത്തെടുക്കുകയാണ്. കാക്കോ എന്ന് പറയുമ്പോൾ അത് ബാഡ് എന്നാണ് മീൻ ചെയ്യുന്നു. അപ്പോൾ ഈ കാക്കോഗ്രഫിയും കാക്കോഫോണിയുമാണ് നമുക്കിനി കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ ഈ ഫോണിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സൗണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു അല്ലെ. അപ്പൊ കാക്കോഫണി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാഡ് സൗണ്ട് എന്ന രീതിയിൽ നമ്മൾക്കൊരു മീനിങ് കൊടുക്കാനായിട്ട് പറ്റുന്നു. ബാഡ് സൗണ്ട് ഇൻ ദ സെൻസ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആവാം, അൺപ്ലസന്റ് സൗണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ലൗഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് ആകാം. ഓക്കെ. ഈ ക്ലാമർ എന്ന് പറയുന്ന ഒരു വാക്ക് അതിന്റെ സിനോണിം ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ക്ലാമർ. ഓക്കെ. ക്ലാമർ, അങ്ങനെയൊക്കെയുള്ള വാക്ക്. ഓക്കെ. ഇനി കാക്കോഗ്രഫി, ഇവിടെ ഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ റൈറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. റൈറ്റിംഗ്. അപ്പൊ ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. ബാഡ് ഹാൻഡ് റൈറ്റിംഗിനെയാണ് കാക്കോഗ്രഫി എന്ന് പറയുന്നത്. ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ. അപ്പൊ കാക്കോഗ്രഫി മനസ്സിലായി, കാക്കോ ബാഡ് എന്ന് മനസ്സിലായി, കാക്കോഫണിയും ഓക്കെ ആയി അല്ലെ. ഗ്രാമർ പഠിക്കുമ്പോൾ കോൺകോർഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. കോൺകോർഡ്. ഈ കോൺകോർഡിൽ എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ് അല്ലെ. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ് കോൺകോർഡിൽ പഠിക്കുന്നത്. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ഇവിടെ ഈ സബ്ജക്ട് വേർബിനെ നമ്മൾക്കൊന്ന് മായ്ച്ചു കളയാം. എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് എടുക്കാം. അപ്പൊ കോൺകോർഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് എഗ്രിമെന്റ് എന്നൊരു മീനിങ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഗ്രാമറിൽ നിന്നും നമ്മൾ എടുത്തതാണിത്. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് ടുഗെദർ ആണ്. കോഡ് എന്ന് പറയുന്നത് എന്താണ്? എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി, ഒരു ഇൻ ഫ്രണ്ട്ലി ടേംസ് എന്ന രീതിയിൽ നമുക്ക് കാണാം. അപ്പൊ കോൺകോർഡ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ്, എല്ലാവരും ഒത്തുചേർന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവം. അതാണ് എല്ലാവരും അതില് യെസ് പറയുന്നു, എഗ്രി ചെയ്യുന്നു എന്നതാണ്. ഇനി ഇതുപോലെ ഈ CORD എഗ്രിമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഫ്രണ്ട്ലി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിന്റെ മീനിങ് നോക്കാം. എഗ്രിമെന്റ്. എക്കോർഡ്, ഇവിടെയും കോഡ് കാണാം അല്ലെ. എക്കോർഡ് എന്ന് പറയുമ്പോഴും, കോഡ് എന്ന് പറയുമ്പോൾ ടു മാച്ച്, ടു എഗ്രി വിത്ത് എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ടു മാച്ച്, ടു എഗ്രി വിത്ത്,
to agree with എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇനി cordial relationship എന്ന രീതിയിലൊക്കെ നമ്മൾ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് അതിന്റെ മീനിങ് പറയൂ. pleasant അല്ലെങ്കിൽ friendly. pleasant friendly. ഇനി concordance എന്ന് പറയുമ്പോൾ എന്താണ്? concordance എന്ന് പറയുമ്പോൾ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ? ഒരു ഹാർമണി നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഡിസ്കോർഡ് എന്നാണെങ്കിൽ ഡിസ്അഗ്രിമെന്റ് ആണ് എന്ന് ഓർക്കുക. ഡിസ്അഗ്രിമെന്റ് ആണ് എന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് സെന്റിനിയൽ ആണ്. സെന്റിനിയൽ നമ്മൾക്കറിയാം 100th ആനിവേഴ്സറിനെയാണ് നമ്മൾ സെന്റിനിയൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. 100th ആനിവേഴ്സറിനെയാണ്. അപ്പോൾ ഇവിടെ ഈ സെന്റ് എന്ന വാക്കാണ് ഞാൻ സെന്റ് എന്ന ലെറ്റേഴ്സ് ആണ് പുറത്തെടുത്തിട്ടുള്ളത്. സെന്റ് എന്ന് പറയുന്നത് 100 എന്നാണ്. 100. അപ്പോൾ സെന്റിനേറിയൻ എന്താണ്? സെന്റിനേറിയൻ ഏത് വ്യക്തിയാണോ 100ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾക്ക് സെന്റിനേറിയൻ എന്ന്, എ പേഴ്സൺ ഹു ഈസ് 100 or more years old എന്ന രീതിയിൽ ആ വ്യക്തിയെ നമ്മൾക്ക് സെന്റിനേറിയൻ എന്ന് വിശേഷിപ്പിക്കാം. സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 ആണ്. ഇനി സെന്റിപീഡ് ആണ് നെക്സ്റ്റ് വേർഡ് വന്നിട്ടുള്ളത്. ഈ സെന്റിപീഡ് എന്ന് പറയുമ്പോൾ ലിറ്ററലി 100 footed എന്ന് കൂടി വിശേഷിപ്പിക്കാറുണ്ട്. 100 footed. ഓക്കെ, പക്ഷെ അതിന് 100 ഒരു ഇൻസെക്റ്റ് ആണ്. പക്ഷെ അതിന് 100 ഫൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതിൽ കുറവാണ്. പക്ഷെ ഒരുപാട് കാലുകളുണ്ട്. ഓക്കെ, ഒരുപാട് കാലുകളുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? 100 footed എന്ന രീതിയിൽ കൂടി വിശേഷിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വേർഡ് സിൻക്രണസ് ആണ്. സിൻക്രണസ്. ഈ സിൻക്രണസിൽ നമുക്ക് ഈ ക്രോണോ ഒന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ, ക്രോണോ എന്ന് പറയുന്നത് ടൈം എന്നാണ് മീൻ ചെയ്യുന്നത്. ടൈം. ഓക്കെ, ക്രോണോ എന്ന് പറയുന്നത് ടൈം എന്ന് മീൻ ചെയ്യുന്നു. അപ്പൊ സിൻക്രണസ് എന്ന് പറയുന്നത് existing or occurring at the same time. existing or occurring at the same time എന്നാണ് അർത്ഥമാക്കുന്നത്. existing or occurring at the same time. Okay, existing or occurring at same time. Now, chronology എന്ന് പറയുമ്പോൾ എന്താണ്? chronology എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. chronology എന്ന് പറയുന്നത്, chronology എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ ആണ് അല്ലേ? ഒരു ഇവന്റ് എങ്ങനെ സംഭവിക്കുന്നു അതിന്റെ ആ ഒരു ലിസ്റ്റ് ഓഫ് ഈവന്റ്സ്, അതിന്റെ ഒരു ഓർഡർ ആണ് നമുക്ക് ഈ ക്രോണോളജിയിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ക്രോണിക്കിലോട്ട് വരികയാണെങ്കിൽ അവിടെയും ക്രോണോ ഉണ്ട്. അപ്പൊ ക്രോണോ എന്ന് പറയുമ്പോൾ അത് ടൈമിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ഡിസീസ് അത് ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നാളത്തേക്ക് ഒരു വ്യാധിയായിട്ട് അത് നിൽക്കുന്നു. അതിനെയാണ് ക്രോണിക് എന്ന് പറയുക. ഇനി ക്രോണിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോണിക്കിൾ എന്ന് പറയുമ്പോൾ അതൊരു റിട്ടൺ റെക്കോർഡായിട്ട് മാറുന്നു അല്ലെ? ഒരു അക്കൗണ്ട് ആണ്, ഒരു നറേറ്റീവ് ആണ്. ഏതെങ്കിലും ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ ക്രോണിക്കിൾ എന്ന് പറയുക. ഇവിടെ ഈ ക്രോണോ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ കൊറോണ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നി. കൊറോണ എന്ന വാക്കിന് ക്രൗൺ എന്ന രീതിയിൽ ഒരു മീനിങ് ഉണ്ട്. ക്രൗൺ എന്ന രീതിയിലെ മീനിങ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കൊറോണ വെച്ചിട്ട് നമ്മൾ കൊറോണേഷൻ എന്ന് പറയുന്ന വാക്ക്, അതായത് ക്രൗൺ, കിങ് ആയിട്ട് ഒരു വ്യക്തി കിങ് ആയിട്ട് മാറുന്ന ആ ഒരു സെറിമണിനെയാണല്ലോ കൊറോണേഷൻ സെറിമണി എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ കൊറോണേഷൻ, ക്രൗൺ, ഈ ക്രൗണുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വേർഡ് ഇൻകോഗ്നിറ്റോ ആണ്. ഇത് നമ്മൾ മൊബൈലിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ടാബാണ് ഇൻകോഗ്നിറ്റോ ടാബ്. അതായത് വിത്തൗട്ട് നോളജ് നമ്മൾക്ക് ഏതെങ്കിലും സൈറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്ത് ഒരു പ്രൈവസി സീക്രസി സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബാണ് അല്ലെ ഇൻകോഗ്നിറ്റോ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പുറത്തെടുക്കാൻ പോകുന്നത് COGN ആണ്, അതുപോലെ തന്നെ GNOS. ഓക്കെ, ഇത് നോളജിനെയാണ്, അറിവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻകോഗ്നിറ്റോ എന്ന് പറയുമ്പോൾ ഇന്ന് പറയുന്നത് വിത്തൗട്ട് ആണ്, വിത്തൗട്ട് നോളജ് എന്നാണ് നമ്മൾ അതിന്റെ മീനിങ് കണ്ടെത്തിയത്. ഓക്കെ, ഇന്നെന്ന് പറയുന്നത് വിത്തൗട്ട് ആണ്. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എബൌട്ട് നോളജ് അല്ലെ, നോളജിനെ ബേസ് ചെയ്തിട്ടാണ്.
നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി കോഗ്നിസെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോഗ്നിസെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒരു ഫോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഫോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ റിയലൈസേഷൻ എന്ന് കൂടി പറയാം. ഒരു റിയലൈസേഷൻ ഓഫ് സംതിങ്. ഓക്കെ, കോഗ്നിസെന്റ്. റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക എന്നതാണ്. അപ്പോൾ കോഗ്നിറ്റീവ്, കോഗ്നിറ്റീവ് എന്താണ് എന്ന് നമ്മൾ കണ്ടു. എന്താണ് കോഗ്നിറ്റീവ്? പറയൂ. കോഗ്നിറ്റീവ്, കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നോളജ് നമ്മളുടെ മൈൻഡിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നോളജ്. ഓക്കെ, അറിവ് എങ്ങനെ വരുന്നു, അറിവ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന രീതിയിലാണ് കോഗ്നിറ്റീവിനെ അല്ലെങ്കിൽ കോഗ്നിഷനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇൻകോഗ്നിറ്റോ വിത്തൗട്ട് നോളജ് എന്നാണ്. കോഗ്നിറ്റീവ് നമ്മൾ കണ്ടു, എബൌട്ട് നോളജ് അല്ലെങ്കിൽ നോളജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കോഗ്നിസിൻ എന്ന് പറയുമ്പോൾ ഫോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റിയലൈസേഷൻ എന്ന്. റെക്കഗ്നൈസ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറി ചാലഞ്ചിൽ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ 10 മെയിൻ വേർഡ്സും അതിൽ നിന്നും കണക്റ്റഡ് ആയിട്ട് ഒരുപാട് വേർഡ്സിന്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.